ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 41 മുതൽ 43 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഖാല നക്കിറൂ ലഹാ, ഖാല ഇവിടെ കഴിഞ്ഞ അവസരങ്ങളിലൊക്കെ കഴിഞ്ഞ ഒരു പദമാണ്. ഖാഫ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇവയിൽ സ്വരഭാരത്തോടെയുള്ള തഫ്ഖീം നൽകിക്കൊണ്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത് എന്നത് നാം മനസ്സിലാക്കി. ഇസ്തിഅലാഹിൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാണ് ഖാഫ്. ഖുസ്വ ദഗ്തിൻ ഖിർ, ഖാ സ്വാദ് ദ്വാദ് ഗൈൻ താ ഖാഫ് വാ എന്നിങ്ങനെ തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട 7 അക്ഷരങ്ങൾ. ഇവയൊക്കെയാണ് ഇസ്തിഅലാഹിൻ്റെ ഹർഫുകൾ എന്ന് പറയും. അതിലൽപ്പം കടുപ്പത്തിൻ്റെ സ്വഭാവമുള്ള സിഫാത്ത് ഉള്ള അക്ഷരവും കൂടിയാണ് ഖാഫ്. അഖ്സൽ ലിസാനാണ് ഖാഫിൻ്റെ മഖ്റജ്, നാവിൻ്റെ അങ്ങേയറ്റം. അത് നന്നായി ശ്രദ്ധിച്ച് ഖാല എന്ന് തന്നെ പറയണം. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിലും ആ തടിപ്പിക്കൽ നിലനിർത്തുക. ഖാല ഖാല നക്കിറൂ നക്കിറൂ ലഹാ അർശഹാ. നക്കിറൂ എന്ന് പറയുമ്പോൾ റാഇനും തഫ്ഖീം വരുന്നുണ്ട്. തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് റാ, ദമ്മായതുകൊണ്ട്. അതുപോലെ അർശഹാ, റാ അവിടെയും സാക്കിനത്തായ റാഇൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹുണ്ട്, തഫ്ഖീം ചെയ്യണം. സ്വരഭാരത്തോടെ ഉച്ചരിക്കുക എന്നർത്ഥം. നാം തഫ്ഖീമിൻ്റെ ഹർഫുകളെ പ്രത്യേകം എടുത്ത് പറയും. അവ താരതമ്യേന കുറവായിരിക്കും എന്നതുകൊണ്ടാണ് പ്രത്യേകം പരിശീലനവും ശ്രദ്ധയും ആവശ്യവുമാണ് എന്നതുമാണ്. അതിനുള്ള കാരണം ഇതല്ലാത്ത മറ്റക്ഷരങ്ങളൊക്കെയും തർക്കീഖിൻ്റേതായിരിക്കും, ഇസ്തിഫാലിൻ്റെ ഹർഫുകളായിരിക്കും. അവയ്ക്കൊക്കെയും തന്നെ തർക്കീഖാണ് നൽകേണ്ടത്, തഫ്ഖീമിൻ്റെ നേർവിപരീതം. അപ്പോൾ ഇവിടെ തന്നെ ഖാല നക്കിറൂ ലഹാ അർശഹാ എന്ന് പറയുമ്പോൾ ഖാല ലാം, നക്കിറൂ നൂന് കാഫ്, ലഹാ ലാം ഹാ അതിൻ്റെ അലിഫ്, അർശഹാ ഐന് ഷീന് ഹാ അതിൻ്റെ അലിഫ്. ഇതൊക്കെയും തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണെന്നർത്ഥം. അവയെല്ലാം ഓരോന്നെടുത്ത് പറയുകയില്ല, ചുരുക്കി പറയാം. ഖാല എന്നതിലെ അലിഫിനെ തഫ്ഖീം ചെയ്യണമെന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം, ലഹാ എന്ന് പറയുമ്പോൾ അലിഫിനെ തർക്കീഖ് ചെയ്യണം. അപ്പോൾ അലിഫ് തഫ്ഖീമിലും തർക്കീഖിലും അക്ഷരങ്ങളെ പിന്തുടരുന്നതാണ്. ലഹാ എന്നാണ് പറയുക, അർശഹാ എന്നാണ് ഉച്ചരിക്കുക, അർശഹാ എന്ന് പറയില്ല, ഖാലയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട്. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. നൻദുർ, സാക്കിനത്തായ നൂൻ വന്നിട്ടുണ്ട് ഈ പദത്തിൽ. എന്നാൽ നൂൻ എഴുതിയിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇഖ്ഫാഇൻ്റെയും ഇദ്ഗാമിൻ്റെയും സന്ദർഭത്തിൽ നൂൻ എഴുതുകയില്ല. ഇഖ്ലാബിൻ്റെ സന്ദർഭത്തിലാണെങ്കിൽ നൂനിൻ്റെ മുകളിൽ ചെറിയ മീം എഴുതിയിട്ടും ഉണ്ടാകും. ഇതൊക്കെ നാം മനസ്സിലാക്കിയ കാര്യമാണ്. അഥവാ ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ മാത്രമാണ് നൂനിൻ്റെ മുകളിൽ നൂൻ എഴുതുക, നൂനിൻ്റെ മുകളിൽ സുക്കൂൻ എഴുതുക. നൂൻ എഴുതുക എന്ന് പറഞ്ഞാൽ തിരുത്തുക, നൂനിൻ്റെ മുകളിൽ സുക്കൂൻ എഴുതുക. ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ മാത്രമാണ്. ഇവിടെ നൻദുർ എന്ന് പറയുമ്പോൾ ഇഖ്ഫാ ഹഖീഖി എന്ന നിയമമനുസരിച്ച് സാക്കിനത്തായ നൂനിനെ മറച്ചു അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ചരിക്കണം. ശേഷമുള്ള അക്ഷരം ഇസ്തിഅലാഹിൻ്റെ 7 അക്ഷരങ്ങളിൽ ഒന്നാണ്, വാ ആണ് എന്നതുകൊണ്ട് തന്നെ അതിനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് ചരിക്കണമല്ലോ. ആ തഫ്ഖീം നൂനിൻ്റെ ഉച്ചാരണത്തിലും ഉണ്ടായിരിക്കും. നൻദുർ. നാം അലിഫിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അലിഫ് തഫ്ഖീമിലും തർക്കീഖിലും
അക്ഷരത്തെ പിന്തുടരും എന്ന്. എന്നാൽ സാക്കിനത നൂനാണെങ്കിൽ തൻവീനുമൊക്കെ സാക്കിനത നൂനും തൻവീനും തഫ്ഖീമിൻ്റെ അക്ഷരത്തിന് തൊട്ട് മുമ്പിലാണെങ്കിൽ ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിനനുസരിച്ച് ഇവയുടെ മണിക്കലിലും നൂനിൻ്റെയും തൻവീനിൻ്റെയും മണിക്കലിലും തഫ്ഖീം ഉണ്ടായിരിക്കും. നോ റോ എന്ന് നേർപ്പിക്കുകയില്ല, മറിച്ച് ആ മണിക്കൽ തന്നെ തടിപ്പിച്ചുകൊണ്ടാണ് പറയേണ്ടത്. അപ്പോൾ നോ റോ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ് അതിൻ്റെ മഖ്റജ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നോ റോ എന്ന് തടിപ്പിച്ച് തഫ്ഖീമോടുകൂടി ഉച്ചരിക്കുക. റാഹിനും തഫ്ഖീമുണ്ട്, റാഹ് സാക്കിനത്താണ്, തൊട്ട് മുമ്പിൽ ദമ്മുണ്ട് എന്നതുകൊണ്ട്. നൗറുർ അതഹ്തദി ഹാ പലപ്പോഴും ആളുകൾക്ക് തെറ്റും. അതഹ്തദി ഹാ പോലെയൊക്കെ പറഞ്ഞു പോകും, അത് സൂക്ഷിക്കണം. അതഹ്തദി അം തകൂനു അതഹ്തദി ഇതിലുള്ള യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ യാഇനെ ദീർഘിപ്പിക്കൽ വേണ്ടതാണ്. അതഹ്തദി അം തകൂനു അം എന്നതിൽ സാക്കിനത മീമുണ്ട്. മീമിന് മുകളിൽ സുക്കൂൻ എഴുതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സുക്കൂൻ എവിടെ എഴുതപ്പെട്ടതായി കാണുന്നുവോ അതിൻ്റെ അർത്ഥം ആ അക്ഷരത്തെ ക്ലിയറായി വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നതാണ്. ഇവിടെ അം തകൂനു സാക്കിനത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. അം തകൂനു അവിടെ മണിക്കാൻ പാടില്ല, എന്ന് മണിച്ചു പോകരുത്, മറിച്ച് അം തകൂനു മിനല്ലദീന ലാ യഹ്തദൂൻ. ഹാൻ്റെ ഉച്ചാരണം നേരത്തെ സൂചിപ്പിച്ചു. ലാ യഹ്തദൂൻ എല്ലാ അക്ഷരങ്ങളും കൃത്യമായി ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. അവയുടെ സിഫാത്തുകളൊക്കെ പൂർത്തിയാക്കി ഉച്ചരിക്കുക. ഫലമ്മ ഈ പദത്തിലെ മീം മുഷദ്ദദയെ മണിക്കണം, ഷദ്ദുള്ള മീം. ജാഅത് ഈ പദത്തിലുള്ള അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും അലിഫിന് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി വന്നതാണ് ഇതിനുള്ള കാരണം. فلما جاءت قيل أهكذا قيل ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണെന്ന് നാം മനസ്സിലാക്കി. എന്നാൽ കസ്റായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കുക. ഖീല അഹകദാ അർശുക് അഹകദാ എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, പ്രത്യേകം പറയേണ്ടതില്ല, ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അഹകദാ വ്യക്തമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അത് സ പോലെ അഹകസ എന്നൊന്നും ആയി പോകരുത്. അഹകദാ അർശുക് അർശുക് റാ തഫ്ഖീം ചെയ്യേണ്ട സന്ദർഭമാണ്. മേലെ വന്നു അർഷഹ എന്ന് പറഞ്ഞ ഈ പദം റാ സാക്കിനത്താണ്, തൊട്ട് മുമ്പിൽ ഫത്ഹുണ്ട്. റായിനെ തടിപ്പിച്ച് ഉച്ചരിക്കണം. അർശുക് ഖാലത് ഖാല എന്ന പദത്തെക്കുറിച്ച് പറഞ്ഞു. ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യണം, സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. കഅന്നഹു കഅന്നഹു നൂൻ മുഷദ്ദദയെ മണിക്കുക. ഹാ ളമീർ മദ്ദു സിലത്ത് സുഗ്റ നൽകി 2 ഹറക്കത്തിൻ്റെ അളവിൽ അതിന് ദീർഘം നൽകേണ്ടതാണ്. കഅന്നഹു കഅന്നഹു എന്നതിലെ ദീർഘവും ഹുവ എന്ന ആ വാവിന് മുകളിൽ സുക്കൂൻ നൽകി വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദീർഘവും അവയുടെ ഉച്ചാരണവുമൊക്കെ ഒരേപോലെയാണ്. കഅന്നഹു എന്ന് പറഞ്ഞ് നിർത്തുക. ചേർത്തോതുകയാണെങ്കിലാണ് കഅന്നഹു ഹുവ വഊതീന എന്ന് ഓതേണ്ടത്. ചേർത്തോതുമ്പോൾ ഹുവ വഊതീന, വഖഫ് ചെയ്യുമ്പോൾ ഹു എന്ന് പറഞ്ഞ് നിർത്തുക.
وأوتينا العلم من قبلها. എന്ന ദീർഘത്തിൻ്റെ പേരാണ് മദ്ദുൽ ബദൽ എന്ന്. വഊതീന പ്രത്യേകിച്ച് നിയമമൊന്നും അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ല. തബീഇയ ദീർഘം കൊടുക്കുക, ഹംസ ക്ലിയറായി ഉച്ചരിക്കണം. വഊതീനൽ ഇൽമ, ഊതീന ഇതിലുള്ള അലിഫിനെ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി കളയേണ്ടതാണ് ഉച്ചാരണത്തിൽ നിന്ന്. വഊതീനൽ ഇൽമ മിൻ ഖബ്ലിഹ, സാക്കിനത്ത് നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ഹഖീഖി എന്ന നിയമം നൽകി. മണിക്കലിൽ തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് ഉച്ചരിക്കണം. ശേഷം ഖാഫാണ് എന്നതുകൊണ്ട് നൂനിൻ്റെ മണിക്കലിലും ഖാഫിൻ്റെ ആ തഫ്ഖീം ഉണ്ടായിരിക്കേണ്ടതാണ്. മിൻ ഖബ്ലിഹ, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വകുന്നാ മുസ്ലിമീൻ, നേരത്തെ വന്ന കഅന്നഹു അതേപോലെ ഇവിടെയും വകുന്ന നൂൻ മുഷദ്ദദയെ മണിക്കുക. വകുന്നാ മുസ്ലിമീൻ. വസദ്ദഹ, ഈ പദത്തിൽ സ്വാദിന് മാത്രം തഫ്ഖീം വരുന്നു. തടിപ്പിച്ച് സ്വരഭാരത്തോടെ സ്വാദ് ഉച്ചരിക്കുക. വസദ്ദഹ മാ കാനത് തഅബുദു, എല്ലാ അലിഫുകളും തർഖീഖിൻ്റെതാണ് എന്ന് ശ്രദ്ധിക്കുക. വസദ്ദഹ മാ കാനത്, കാനത് തഅബുദു, താ ശേഷം താവും, താഇനെ തായിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ ശബ്ദുള്ള താ ആക്കി ഉച്ചരിക്കുകയാണ്. നാം നേരത്തെ സൂചിപ്പിച്ചു, അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇൽഹാറിൻ്റെ സന്ദർഭമായിരിക്കും. ഇവിടെ നോക്കുക, കാനത്ത് എന്ന തായിന് മുകളിൽ സുക്കൂൻ എഴുതിയിട്ടില്ല. കാരണം ഇവിടെ പൂർണ്ണമായ ഇദ്ഗാം ശേഷമുള്ള തായിലേക്ക് ചെയ്യണം. എന്നിട്ട് ഒറ്റ ശബ്ദുള്ള താ ആക്കി ഉച്ചരിക്കണം. ഇതിൻ്റെ പേരാണ് ഇദ്ഗാമുൽ മിസ്ലൈൻ സഗീർ അല്ലെങ്കിൽ ഇദ്ഗാമുൽ മുതമാസിലൈൻ സഗീർ എന്ന്. ഈ ഇദ്ഗാം അനുസരിച്ച് ഒറ്റ താ ആക്കി മാ കാനത് തഅബുദു എന്ന് പറയുക. മാ കാനത് തഅബുദു മിൻ ദൂനില്ലാഹ്, മിൻ ദൂനി, ഇവിടെ സാക്കിനത്ത് നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തർഖീഖാണ് എന്നത് ശ്രദ്ധിക്കുക. നേരത്തെ മിൻ ഖബ്ലിഹ തഫ്ഖീം ചെയ്യണം മണിക്കലിൽ എന്ന് പറഞ്ഞതിന് വിപരീതമായി ഇവിടെ നൂനിന് ശേഷം ദാലാണ് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് ഇസ്തിഫാലിൻ്റെ ഹർഫ് ആണ്, തർഖീഖാണ് ദാലിന് വരിക. ആ തർഖീഖ് നൂനിൻ്റെ മണിക്കലിലുമുണ്ട്. സൂചിപ്പിച്ച പോലെ നൂനിന് മുകളിൽ സുക്കൂൻ എഴുതിയിട്ടില്ല, കാരണം ഇഖ്ഫാ ആണ്. മിൻ ദൂനില്ലാഹ്, നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. ഇഖ്ഫാ ഹഖീഖി. ഇന്നഹ, നൂൻ മുഷദ്ദദയെ മണിക്കുക. കാനത് മിൻ ഖൗമിൻ കാഫിരീൻ, നേരത്തെ വന്നു മിൻ ഖബ്ലിഹ, അതേ നിയമം തന്നെ ഇവിടെയും. മിൻ ഖൗമിൻ അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം, തടിപ്പിച്ചുകൊണ്ട് നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഖാഫിനും തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. ഖൗമിൻ കാഫിരീൻ, തൻവീനും ശേഷം ഖാഫുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തർഖീഖാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മിൻ ഖൗമിൻ കാഫിരീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال نكروا لها عرشها ننظر أتهتدي أم تكون من الذين لا يهتدون. فلما جاءت قيل أهكذا عرشك قالت كأنه هو
وأوتينا العلم من قبلها وكنا مسلمين وصدها ما كانت تعبد من دون الله إنها كانت من قوم كافرين